നമസ്കാരം. എല്ലാവർക്കും ഒരു വലിയ ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചോപ്റ്റ വാലിയിലാണ്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഗാർഡനിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഈ യാത്രയിലെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഞങ്ങളെ തുംഗനാഥ് ചന്ദ്രശില ട്രക്ക് ഞങ്ങൾ ഇന്നലെ ഫിനിഷ് ചെയ്തു. ഏകദേശം രാവിലെ 4 മണിക്ക് എണീറ്റിട്ട് ഞങ്ങൾ ഏകദേശം 5 മണിയാകുമ്പം ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലെത്തി. പിന്നെ അവിടെ നിന്ന് അസെൻഡ് ചെയ്യാനുണ്ടായത്. അപ്പോൾ ഈ എപ്പിസോഡിൽ ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ലെറ്റ്സ് ഗോ. നമ്മൾ കറക്റ്റ് 5:30 ആവാം താഴെ നടത്താൻ സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇന്നലെ മഴയുണ്ടായിരുന്നു അവിടെ. സൂര്യൻ്റെ വെളിച്ചം വരുന്നേ ഉള്ളൂ. ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ, അടിപൊളിയാണ്. വെളിച്ചം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ദൂരേക്കുള്ള കാഴ്ചകളും ഇവിടെ ചുറ്റുമുള്ള മരങ്ങളുടെയും പൂക്കളുടെയും കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഏകദേശം ഒരു 500 മീറ്ററിന് മേലെ, 1 കിലോമീറ്റർ ആവാറായി തോന്നുന്നു. അത്രയും നടന്നു. അപ്പോൾ തന്നെ കാഴ്ചകൾ മാറി മാറി വരികയാണ്. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്, ഒരു രക്ഷയില്ലാത്ത ബ്യൂട്ടിയാണ്. നല്ല നിന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് കയറി പോകണം. ചോപ്റ്റ വാലി ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയ ഒരു മലയോര ഗ്രാമമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാലീസും ഫ്ലവേഴ്സും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സുന്ദരമായ പ്രദേശം. മീഡിയം ടു മോഡറേറ്റ് ഡിഫിക്കൽട്ടി ഉള്ള ഒരു ട്രക്കായിട്ടാണ് ചോപ്റ്റ തുംഗനാഥ് ചന്ദ്രശില ട്രക്കിനെ അറിയപ്പെടുന്നത്. തുടക്കക്കാരായിട്ടുള്ള ട്രക്കിങ്ങിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും ബെസ്റ്റായിട്ടുള്ളൊരു ലൊക്കേഷനാണ് ഇത്. ഇതിൻ്റെ ദൂരം നമ്മൾ പറയുമ്പം 9 മുതൽ 10 കിലോമീറ്റർ വരെ ആണ് ഇതിൻ്റെ റൗണ്ട് ട്രിപ്പ്. അപ്പം ഒരു സൈഡ് നമ്മൾ ഏകദേശം 4 മണിക്കൂറിൻ്റെ അടുത്തെടുത്തിട്ടാണ് കവർ ചെയ്യുക. ഈ ട്രക്കിങ്ങിലെ പീക്ക് ആയിട്ടുള്ള ചന്ദ്രശില സമുദ്രനിരപ്പിൽ നിന്ന് 13,000 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പേര് തുംഗനാഥ് എന്നാണ്. ഇത് ഏകദേശം 12,000 അടി ഉയരത്തിലാണ്. ഇത് നമ്മൾ പല വീഡിയോസിലും ഈ സ്ഥലം കണ്ടിട്ടുണ്ടാവാം. ഇത് ഗണപതിൻ്റെ ടെമ്പിളാണ്. നമ്മൾ പോകുന്ന വഴിയിലുള്ള, നമുക്കിവിടെ ഒന്ന് തൊഴുതിട്ട് പോവാം. അങ്ങ് ദൂരെ ഒരു ഹിമാലയം കാണാം കേട്ടോ. നമുക്കിവിടെ ഞങ്ങൾ ഏകദേശം പകുതി വഴി കവർ ചെയ്തു. സൂര്യൻ ഉദിച്ചു തുടങ്ങി. നമ്മളെ സൈഡിൽ വെയിൽ കൊണ്ടു തുടങ്ങിയിട്ടില്ല. സൂര്യൻ അപ്പുറത്ത് മഞ്ഞുമലേൻ്റെ മുകളിൽ തട്ടിയിട്ട് ഒരു ഒരു സിന്ദൂര കളർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. എന്ത് രസമാണ്. അത്യാവശ്യം
ടയേർഡാവുന്ന ട്രക്ക് തന്നെയാണ്. ഞങ്ങൾ മെല്ലെ മെല്ലെ ഓരോ സ്ഥലത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് റെസ്റ്റ് എടുത്തിട്ടാണ് കയറിയത്. ഇപ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളൂ. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അമ്പലത്തിലേക്കുണ്ട്. അമ്പലത്തിൽ നിന്ന് പിന്നെ 1 മണിക്കൂർ കയറിയിട്ട് വേണം നമുക്ക് ചന്ദ്രശില പീക്കിലെത്താൻ. നോക്കാം, കയറാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. ഫൈനലി നമ്മൾ 3 മണിക്കൂർ നേരത്തെ ട്രക്കിന് ശേഷം നമ്മൾ തുംഗനാഥ് ജിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ബാക്കിൽ കാണുന്നതാണ് അമ്പലം. അടുത്ത മാസം ഇത് തുറക്കുള്ളൂ. പക്ഷേ നമ്മൾ ട്രക്കിംഗ് ആണ് നമ്മളെ മെയിൻ ഉദ്ദേശം. അപ്പം 3 മണിക്കൂർ നേരം വേറെപ്പൊഴുക്കി മേലെ എത്തി. ഇനി 1 മണിക്കൂറല്ല 1 കിലോമീറ്റർ നമ്മൾ ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചന്ദ്രശിലയുണ്ട്. നമ്മളതും ട്രൈ ചെയ്യുന്നതാണ്. ബാക്കിലെ വ്യൂ കാണാമല്ലോ, അതിമനോഹരമായ വ്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ ട്രക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ പോയി. വി ആർ ഹാപ്പി. ലെറ്റ്സ് സീ. ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഞാനിതിൽ ഉൾപ്പെടുത്താം. തുംഗനാഥ് ക്ഷേത്രത്തിൻ്റെ തൊട്ട് സൈഡിലൊരു പാറക്കെട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് കരുതിയിട്ടുണ്ടായിരുന്നു, സാൻഡ്വിച്ച്. അത് കഴിച്ചു. ഇനി ഇവിടുന്ന് നമുക്ക് 1 കിലോമീറ്റർ ട്രക്കുണ്ട് ചന്ദ്രശില ട്രക്കിൽ. ചന്ദ്രശില ആണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത്. ഇവിടുത്തെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സ്ട്രെച്ചാണിത്. 1 കിലോമീറ്റർ. സൈഡിൽ ഗ്ലേഷ്യേഴ്സൊക്കെ കാണാം നമുക്ക്. അങ്ങനെ ആ കാണുന്ന പീക്കിലേക്കാണ് നമ്മൾ നടക്കുന്നത്. ടഫാണ് ഗൈസ്, കുത്തനെയുള്ള കയറ്റങ്ങളാണ്. കഥയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടാവില്ലേ? മൊത്തം മഞ്ഞും ബ്ലാക്ക് ഐസുമാണ്. ബ്ലാക്ക് ഐസും പിന്നെ ഇന്നലെ മഴയും കൂടി പെയ്തല്ലോ, മൊത്തം ചളിയായിട്ടുണ്ട്. സ്ലിപ്പാവുന്നുണ്ട് നൈസായിട്ട്. പോരാത്തതിന് കുത്തനെയുള്ള കയറ്റവും. വെരി എൻ്റർടൈനിങ്. അയ്യോ, അത് ഐസായി കിടക്കുക. നമ്മളെ ഫ്രിഡ്ജിലൊക്കെ റിജിഡായിട്ട് കിടക്കുക ഐസ്. അതുപോലെ ഇതിന് നമ്മൾ പൊട്ടുമില്ല, സോഫ്റ്റുമല്ല. അപ്പോൾ ഇതിന് നമ്മൾ ചവിട്ടുമ്പോൾ സ്ലിപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം.
സമയം ഇപ്പം 10 മണിയായി. ഫൈനലി നമ്മൾ കോട്ട കീഴടക്കി എന്ന് പറയുന്നത് ഏറ്റവും പീക്കിലെത്തി. നമ്മൾ ഏകദേശം 5:15 തുടങ്ങിയ യാത്രയാണ്. ലാസ്റ്റിലത്തെ അരമണിക്കൂർ കഠിനമാണ്. ഒരു ഏകദേശം 4-4.5 മണിക്കൂറിൻ്റെ ട്രക്കായിരുന്നു. ലാസ്റ്റിലത്തെ ഒരു ട്രക്ക് 1 കിലോമീറ്റർ അത്യാവശ്യം ദുർഘടം പിടിച്ച് തന്നെയായിരുന്നു. ഏതാണ്ട് 90 ഡിഗ്രി 80 ഡിഗ്രി സ്ലോപ്പും ഒരുപാട് സ്നോ പാച്ചസ് ഉണ്ടായിരുന്നു, സ്ലിപ്പറി ആയിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇവിടുന്ന് കിട്ടുന്ന വ്യൂ ഉണ്ട്, അതിഭീകര വ്യൂ ആണ്. നമുക്ക് ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഇതുപോലത്തെ കാഴ്ചകൾ ലൈഫിൽ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് നമുക്ക് പിന്നെ തോന്നിക്കൊണ്ടിരിക്കുന്ന ടൈപ്പ് ഓഫ് വ്യൂസാണ്. ഒന്നും പറയാനില്ല, അടിപൊളി.